ഇനിയിപ്പോ ഈ 3rd 4th മോഡൽസ് എക്സാം ഉണ്ടെന്ന് പറയും. അപ്പൊ അതും 120 മാർക്കിൽ തന്നെ ആയിരിക്കോ? അതായിരിക്കും. പിന്നെ ഉള്ളത് 120-ലാവൂല. ഒരു മോഡൽ എക്സാം കഴിഞ്ഞിട്ടാണ് ഇനി മെയിൻ എക്സാം വരുന്നത്. അതെ, 3rd 4th മോഡൽസ് എക്സാം കഴിഞ്ഞിട്ടാണ് മെയിൻ എക്സാം വരുന്നത്. അതെല്ലേ. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടൊന്നും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഉണ്ടായിരുന്നോ? അത് മിസ്സിനോട് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് അയച്ചപ്പോ പറഞ്ഞത് ഇങ്ങനെയാണ് സംഭവം, ജനുവരിയിൽ എക്സാം ആണെന്നുള്ളത്. ജനുവരിയിൽ എക്സാം നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നത് അന്ന് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞിരുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ ഈ കഴിഞ്ഞ ആഴ്ചയായിട്ട്. ഇല്ല. ഓക്കെ താങ്ക് യു. ഡിസാസ്റ്റർ അല്ലേ ഇപ്പൊ പഠിപ്പിക്കാൻ പോണത്? Good afternoon. Good afternoon, ma'am. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. സ്റ്റാർട്ട് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാരും വായിച്ചോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇല്ല മാം. സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമുക്കിനി കണ്ടിന്യൂ ചെയ്യാം. മൈക്ക് ഓഫ് ചെയ്യാൻ കേട്ടോ. അപ്പൊ ട്രയേജ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ട്രയേജില് എങ്ങനെയാണ് പേഷ്യൻസ് വരുമ്പോൾ ഓരോ പ്രൊസീജിയേഴ്സ് നടത്തുന്നതെന്നാണ് ഒരു പിക്ചറിൽ പറയുന്നത് കേട്ടോ. 2 മിനിറ്റ് ആ പിക്ചർ ഒന്ന് വായിച്ചു നോക്കുക. എന്താണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, ചിത്രീകരിച്ചിരിക്കുന്നത് എന്താണെന്ന് വായിച്ചു നോക്കുക കേട്ടോ. 2 മിനിറ്റ് ഒന്ന് റീഡ് ചെയ്യാം, മൈക്കിൽ റീഡ് ചെയ്യാം. റീഡ് ചെയ്ത് കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നതെന്നല്ലേ. ട്രയേജ് ഈസ് പേഷ്യന്റ് ബ്രീത്തിങ്, അതായത് പേഷ്യന്റ് ബ്രെത്ത് ചെയ്യുവാണെങ്കിൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട് അവിടെ, എസ് ഓർ നോ കൊടുത്തിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ പേഷ്യന്റ് ബ്രെത്ത് ചെയ്യാം, അല്ലെങ്കിൽ ബ്രെത്ത് ചെയ്യാതിരിക്കാം. അപ്പൊ ഈ 2 കണ്ടീഷനിലും എങ്ങനെയാണ് അവരുടെ റെസ്പോൺസും കാര്യങ്ങളും എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പേഷ്യന്റ് ബ്രെത്തിങ്. നോ എന്നാണെങ്കിൽ, അതായത് പേഷ്യന്റ് ബ്രെത്ത് ചെയ്യുന്നില്ല, അതായത് പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോൾ എൻട്രസിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ പേഷ്യന്റ് ബ്രെത്ത് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? ഓപ്പൺ പേഷ്യൻസ് എയർവേ ഈസ് പേഷ്യന്റ് ബ്രീത്തിങ്, അതായത് ഉടനെ തന്നെ നമ്മൾ CPR കൊടുക്കും അല്ലെ. പേഷ്യന്റ് ശ്വാസം കിട്ടുന്നില്ലാത്തൊരവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യും? ഉടനെ തന്നെ നമ്മൾ CPR കൊടുക്കാനാണ് ചെയ്യുക. CPR കൊടുത്തതിന് ശേഷമാണ് നമ്മൾ എന്ത് കൊടുക്കുക?
എയർവേ സ്റ്റാർട്ട് ചെയ്യുക. എയർവേ എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് അത് പറയുന്നത്, എയർവേ എന്ന് പറയുന്നത് കേട്ടോ. CPR കൊടുക്കുന്നു, ദെൻ എയർവേ കൊടുക്കുന്നു, ദെൻ ഒന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ബ്രീത്തിങ് നോക്കുന്നുണ്ട്. അതായത് മിടിപ്പുണ്ടോ, എന്താ പറയാ, ഹൃദയമിടിപ്പുണ്ടോ, ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ഒന്നും കൂടി നോക്കും CPR കൊടുത്തതിന് ശേഷം. ഇനി CPR കൊടുത്തിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു നിഗമനത്തിലെത്തുകയാണ്, പേഷ്യന്റിന് എന്നിട്ടും എന്ത് പറ്റുന്നില്ല, ബ്രെത്ത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നാണെങ്കിൽ പേഷ്യന്റ് ഡെത്ത് ആയി എന്ന് നമ്മൾ സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഫസ്റ്റ് തന്നെ പേഷ്യന്റ് വരുന്നു, പേഷ്യന്റ് ബ്രെത്തിങ് നോക്കുന്നു, നോ എന്നാണെങ്കിൽ CPR കൊടുക്കുന്നു. CPR കൊടുത്തിട്ടും പേഷ്യന്റ് ബ്രെത്ത് ചെയ്യുന്നില്ല എങ്കിൽ പേഷ്യന്റ് ഈസ് ഡെഡ്. ഓക്കെ, പേഷ്യന്റ് ഡെഡ് ആയെന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു സ്റ്റേജ് നോക്കിയാൽ നിങ്ങൾ തൊട്ടപ്പുറത്ത് തന്നെ കൊടുത്തിരിക്കുന്നേ, വരുന്ന പേഷ്യൻസ് ബ്രെത്ത് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ CPR കൊടുക്കുന്ന കാര്യം പറഞ്ഞു. ഇല്ല എന്നാണെങ്കിൽ പേഷ്യന്റ് ഡെത്ത് ആയെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ഇനി CPR കൊടുത്തിട്ട് പേഷ്യന്റ് ബ്രെത്ത് ചെയ്യാനായിട്ട് ആരംഭിച്ചു കഴിഞ്ഞാല് എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയർ കൊടുക്കും. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ ആ ഒരു ഇതിൽ പറയുന്നത് കേട്ടോ. CPR നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, CPR കൊടുത്തിട്ട് പേഷ്യന്റ് ബ്രെത്ത് ചെയ്യുന്നില്ല എങ്കിൽ പേഷ്യന്റ് ഡെത്ത് ആയെന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഇനി CPR കൊടുത്തിട്ട് നേരിയ തോതിൽ ബ്രെത്ത് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നുണ്ടെങ്കിൽ പേഷ്യന്റിന് എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുക. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് നോക്കിയാ നിങ്ങള് വലത് റൈറ്റ് സൈഡിലായിട്ട് ഒരു കോളം ഇതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി വരുന്ന പേഷ്യൻസ്, എൻട്രൻസിൽ വരുന്ന പേഷ്യന്റ് ബ്രെത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, ബ്രെത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ബ്രെത്ത് എന്ന് പറയുന്നത് എങ്ങനെയാ പറയുന്നത്, എബവ് 30 ബ്രെത്ത് പെർ മിനിറ്റ്, അതായത് 30ന് മുകളിലാണ് ഒരു മിനിറ്റിന് അവർ ബ്രെത്ത് ചെയ്യുന്നതെങ്കിൽ അവർക്ക് എന്താ കൊടുക്കണ്ടേ, ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കണം. ഓക്കെ, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയർ ആണ് അവർക്ക് കൊടുക്കേണ്ടത് കേട്ടോ. എബവ് 30ക്കാണ് അവരൊരു മിനിറ്റിൽ ബ്രെത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുക. ദെൻ അടുത്തത് ഇവിടെ പറയുന്നുണ്ട്, ബിലോ 30 ബ്രെത്ത് ആണ്, ഒരു മിനിറ്റില് 30ൽ താഴെയാണ് അവരുടെ ബ്രെത്ത് റേറ്റ് എങ്കിൽ എന്താ നോക്കേണ്ടത്, റേഡിയൽ പൾസ് പ്രസന്റ് ആണോ എന്ന് നോക്കണം അല്ലെ, നാഡീമിടിപ്പ് പൾസ് റേറ്റ് നോക്കണം അല്ലെ. എങ്ങനെയാണ് പൾസ് റേറ്റ് നോക്കുന്നത് നമ്മള്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് കമന്റ് ചെയ്തേ. രണ്ട് തരത്തിൽ നമുക്ക് പൾസ് റേറ്റ് നോക്കാം അല്ലെ. എങ്ങനെ നോക്കണം, ബിലോ 30 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പൾസ് റേറ്റ് നോക്കിയിരിക്കണം അല്ലെ. എങ്ങനെ നോക്കും നമ്മള്, കമന്റ് ചെയ്തേ ഒന്ന്, എങ്ങനെയാ നമ്മൾ നോക്കുക? ഒന്ന് നമ്മുടെ കൈത്തണ്ടയിൽ പിടിച്ചു നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ കേപ്പലറി റീഫിൽ അല്ലെ, നമുക്കൊന്ന് പ്രസ് ചെയ്തിട്ട് ഫിംഗറിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ പൾസ് റേറ്റ് അത് പ്രസന്റ് ആണോ, നാഡീമിടിപ്പ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഇനി ഉണ്ടെന്നാണെങ്കിൽ, അതായത് ആൾക്ക് പൾസ് റേറ്റ് ഉണ്ട്, നോർമൽ ആയിട്ട് പ്രസന്റിലായിട്ട് പൾസ് റേറ്റ് ഉണ്ട് നമ്മൾ സ്ഥിരീകരിക്കുകയാണെങ്കിൽ, യെസ് എന്നാണെങ്കിൽ assess mental status, can patient follow commands, അദ്ദേഹത്തിന്റെ മെന്റൽ സ്റ്റാറ്റസ് നോക്കണം അല്ലെ. അതായത് പേഷ്യന്റ് വിളിച്ചു കഴിഞ്ഞാൽ ഉണരുന്നുണ്ടോ, കണ്ണ് തുറക്കുന്നുണ്ടോ, പേഷ്യന്റ് തനിയെ അദ്ദേഹത്തിന്റെ പേര് പറയാൻ പറ്റുന്നുണ്ടോ, നമ്മളെ അവര് തിരിച്ചറിയുന്നുണ്ടോ, ചുറ്റുപാടുമുള്ള സറൗണ്ടിങ്സ് അവര് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ പേഷ്യന്റിന് നമ്മുടെ കമാൻഡ്സ് ഫോളോ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്താണ്, പിന്നെന്താ ചെയ്യേണ്ടത്, ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എസ് എന്നാണ് പറയുന്നതെങ്കിൽ നമുക്ക് വൈകിയായാലും അയാൾക്ക് എന്താ പറയാ കെയർ കൊടുത്താൽ മതി. അതായത് പേഷ്യന്റ് തനിയെ പേര് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിലോ നമ്മളെ തിരിച്ചറിയുന്നുണ്ടെങ്കിലോ കുഴപ്പമില്ല, പേടിക്കാനൊന്നുമില്ല. കുറച്ച് വൈകിയാലും ഡിലേഡ് ആയിട്ടുള്ള കെയർ ആയാലും അദ്ദേഹത്തിന് കൊടുത്താൽ മതി, പ്രശ്നമില്ല. ഇനി അദ്ദേഹത്തിന് തനിയെ തന്നെ പേര് പറയാൻ പറ്റുന്നില്ല, ബോധമില്ലാത്തൊരവസ്ഥയാണ് അദ്ദേഹത്തിന് ഉള്ളതെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയർ കൊടുക്കണം. ഓക്കെ, ഇത് റേഡിയന്റ് പൾസ് പ്രസന്റ്, അതായത് യെസ് എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നതെങ്കിലാണ് ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇനി നോ എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നതെങ്കിൽ എന്താ ചെയ്യണ്ടേ,
അതായത് പൾസ് റേറ്റ് എന്ന് പറയുന്നത് അത് എന്താ പറയാ നോർമൽ ആയിട്ടുള്ളതല്ല, അല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ല, നമ്മൾ മിടിപ്പൊക്കെ നോക്കുമ്പോഴും ഒന്നും തന്നെ അവിടെ നമുക്ക് ലഭ്യമാകുന്നില്ല എന്നാണെങ്കിൽ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ബ്ലീഡിങ് അദ്ദേഹത്തിന്റെ കൺട്രോൾ ചെയ്യണം. ബ്ലീഡിങ് ഉണ്ടാവും, അങ്ങനെയുള്ള പേഷ്യൻസിന് ബ്ലീഡിങ് ഉണ്ടാവാം. അപ്പൊ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുക, ദെൻ അദ്ദേഹത്തിന് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കാനായിട്ട് ആരംഭിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, സ്റ്റാർട്ടർ ഏജിൽ വരുന്നത് കേട്ടോ. പിക്ചർ ആയിട്ട് അവിടെ ചിത്രീകരിക്കുന്നത് ഇതാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി പറയണ്ടല്ലോ ഇനി, മനസ്സിലാവും നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ കേട്ടോ. ഇനി പറയാനുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്, വായിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് തനിയെ തന്നെ മനസ്സിലാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ CPR കൊടുത്തിട്ടാണ്, അതായത് ഓരോ പേഷ്യന്റിനെ നമ്മൾ കൊണ്ടുവരുമ്പോൾ ബ്രത്ത് റേറ്റ് നമുക്ക്, അതായത് അദ്ദേഹത്തിന് അത് കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അത് അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ ഉടനെ തന്നെ CPR കൊടുക്കും. CPR കൊടുത്തിട്ടാണ് നമ്മൾ ഫർദർ പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യുക. അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇനി നമുക്ക് ഡിസാസ്റ്റർ റെസ്പോൺസ് കോഡ്സിനെ കുറിച്ച് നോക്കാം. നമ്മള് നേരത്തെ തന്നെ ഓൾറെഡി ഒരു ക്ലാസ്സിൽ നമ്മൾ കോഡുകളെ കുറിച്ച് പറഞ്ഞതായിരുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഇതിനകത്തുള്ളത് കേട്ടോ. എളുപ്പമാണ് പഠിക്കാനായിട്ട്, വായിച്ചാൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, കുറച്ചുകൂടി ഈസിയാണ് മനസ്സിലാക്കിയെടുക്കാൻ. നമ്മള് പ്രീവിയസ് ക്ലാസ്സിനേക്കാളും കുറച്ചുകൂടി നല്ലതാണ്, സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നും ഇത് വായിച്ചു കഴിഞ്ഞാൽ കേട്ടോ. അപ്പൊ നമുക്കിത് നോക്കാം. ഫസ്റ്റ് വൺ, കോഡ് റെഡ്. എന്തിനാണ് കോഡ് റെഡ് യൂസ് ചെയ്യുന്നത്? കോഡ് റെഡ് ഏത് സന്ദർഭത്തിലാണ് കോഡ് റെഡ് ആക്ടിവേറ്റ് ചെയ്യുക? ഒന്ന് കമന്റ് ചെയ്തേ. ഏത് സന്ദർഭത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ് കോഡ് റെഡ്? ഫയർ അല്ലെ? ഫയർ, തീപിടുത്തം ഉണ്ടാകുമ്പോഴാണ് അല്ലെ കോഡ് റെഡ് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ എന്താ പറയുന്നതെന്ന് കേട്ടോ. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ടേബിളില് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഓരോന്നായിട്ട് ഞാൻ വായിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ, കോഡ് റെഡ്. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഫയർ, സ്മോക്ക് ഓർ ദ ഔട്ട്ഡോർ ഓഫ് സംതിങ് ബേണിംഗ് ഇനീഷ്യേറ്റ് കോഡ് റെഡ് ടീം അലേർട്ട് ആസ് പെർ ഫയർ മാനുവൽ ഇൻഫോം 5000. ഓക്കെ, നമുക്ക് പ്രധാനമായിട്ടും ഇതിനകത്ത് പറയാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ കോഡ് റെഡ് എന്ന് പറയുന്നത് തീപിടുത്തം, അതുപോലെ പുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട്, അതായത് ബേണിംഗ്, എന്തെങ്കിലും എന്താ പറയാ, എന്തെങ്കിലും ഒരു കത്തിപ്പിടിക്കുകയോ അല്ലെങ്കിൽ മൊത്തമേ തീപിടുത്തം ഉണ്ടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കരിഞ്ഞ് അങ്ങനെയുള്ള ദുർഗന്ധങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിലാണ് നമ്മൾ എന്ത് ആക്ടിവേറ്റ് ചെയ്യുന്നത്? കോഡ് റെഡ് ആക്ടിവേറ്റ് ചെയ്യുന്നത് കേട്ടോ. Notify the telephone operator, follow the RACE protocol or rescue, remove everyone from immediate danger. A, activate a fire alarm. C, confine smoke and fire and close all doors. E, extinguish the fire if possible. Not alert others by shouting. Code red. Okay. അതായത് ഈ ഒരു കോഡ് റെഡ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു സന്ദർഭത്തിൽ തന്നെ, ആ ഒരു സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ടെലിഫോൺ ഓപ്പറേറ്ററെ എന്ത് ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കണം? തീപിടുത്തം ഉണ്ടായി അല്ലെങ്കിൽ ഉണ്ടായിരിക്കണം, അങ്ങനെയുള്ള ഒരു കാര്യം ടെലിഫോൺ ഓപ്പറേറ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അതുകൂടാതെ റേസ് എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾ ഉണ്ട്. അതാണ് നമ്മൾ തീപിടുത്തം ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ കോഡ് റെഡുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫയറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു തീപിടുത്തം ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ പുക ഉണ്ടാവുകയാണ്, അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ റേസ് എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് റേസ് എന്ന് പറയുന്ന പ്രോട്ടോകോൾ. റേസ് എന്ന് പറയുന്ന ആ ഒരു വേർഡില് ഓരോ ലെറ്ററും എന്താണ്, ഓരോ കാര്യങ്ങളെ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. നോക്കാം എന്തൊക്കെയാണെന്ന്. R for rescue, remove everyone from the immediate danger. അതായത് എവിടെയാണോ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണോ പുക ഉണ്ടായിരിക്കുന്നത് ആ ഒരു സ്ഥലത്ത് നിന്ന് ആളുകളെ, ഇപ്പൊ പേഷ്യൻസ് ആളുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവുക, അപ്പൊ പേഷ്യൻസിനെ എത്രയും പെട്ടെന്ന് മാറ്റുക അല്ലെങ്കിൽ ഒഴിപ്പിക്കുക എന്നുള്ളതാണ് R for rescue എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. Then A, activate a fire alarm. Okay,
എന്താണ്, അതായത് ഒരു ഫയർ അലാം ആക്ടിവേറ്റ് ചെയ്യുക, അതായത് ഒരു സൈറൺ മുഴക്കുക. ഭയങ്കരമായിട്ടുള്ള ശബ്ദത്തില് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപകടമൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ശബ്ദത്തില് സൈറൺ മുഴങ്ങില്ലേ, അതെ അതുപോലെ തന്നെയാണ് എന്താ ഫയർ അലാം എന്ത് ചെയ്യുക, ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then C, confine smoke and fire and close all doors. അതായത് തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാല് ഉടനെ തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് ജനലുകളും വാതിലുകളും അടയ്ക്കുക എന്നുള്ളതാണ്. മറ്റു ഭാഗത്തേക്ക് എന്താണ് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതായത് ആ ഏരിയയിലെ ജനലുകളും വാതിലുകളൊക്കെ ക്ലോസ് ചെയ്യുക. Then E for extinguish the fire if possible. Not alert others by shouting for bread. അതായത് ഈ എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് പറ്റത്തക്ക എന്ത് ചെയ്യുക, തീ അണയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യണം, തീ അണയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആവുന്നത്ര ഒച്ചയെടുത്തുകൊണ്ട് മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കണം. അതായത് നമ്മളിപ്പോ നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും അപകടം ഉണ്ടാവുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒച്ചയെടുത്ത് ആളുകളെ വിളിച്ചു വരുത്തില്ലേ, അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഇവിടെ ഷൗട്ട് ചെയ്യണം. മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് ആവുന്നത്ര ഒച്ചയിൽ എന്ത് ചെയ്യുക, കൂക്കി വിളിക്കുക. അതായത് ഇവിടെ തീപിടുത്തുണ്ടായി അല്ലെങ്കിൽ ഡേഞ്ചർ ആണ്, അങ്ങനെയുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ആളുകളെ ഇൻഫോം ചെയ്യുക. ഓക്കെ, അപ്പൊ റേസ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ആദ്യം എന്താ പറഞ്ഞത്, ആർ എന്ന് പറഞ്ഞാൽ ആളുകളെ ഒഴിപ്പിക്കുന്നതാണ്. അതുപോലെ എ എന്ന് പറഞ്ഞാല് അലാം സെറ്റ് ചെയ്യുന്നതാണ്. ദെൻ സി എന്ന് പറഞ്ഞാല് വാതിലുകളും ജനലുകളും അടയ്ക്കുന്നതാണ്. ദെൻ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ ഫയർ അണയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. ക്ലിയർ ആണോ? The next one നോക്കിയാൽ നിങ്ങള് in other areas or area away from the alarm location, close all doors and windows. Even if you are not located in the alarm area, watch for signs of fire and smoke. Do not use elevators. Report to the assigned work area and wait for instructions. അതായത് നമ്മൾ തീപിടുത്തം ഉണ്ടായിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് മാറി മറ്റു ചില ഏരിയകൾ ഉണ്ടാവും അല്ലെ. അതായത് തീ പിടിക്കാൻ, അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു നിശ്ചിത ഏരിയയിലാണ് തീ പിടിച്ചിട്ടുള്ളതെന്ന് വിചാരിക്കാം. മറ്റു ഏരിയകളിലേക്ക് വ്യാപിക്കാനായിട്ട് അത് സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടത്തേക്കുള്ള അല്ലെങ്കിൽ ആ ഒരു വഴിയിലേക്കുള്ള ജനലുകളും വാതിലുകളൊക്കെ എന്ത് ചെയ്തിരിക്കണം, നമ്മള് ശക്തമായിട്ട് അടച്ചിരിക്കണം. അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ നമ്മൾ സൈനുകൾ സ്ഥാപിക്കണം. അതായത് ഇത് സൈനുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് തീപിടുത്തം ഉണ്ടായ ഒരു ഏരിയ നമ്മൾ എന്താ പറയാ ക്ലോസ് ചെയ്ത് വെക്കൂല. അതായത് 4 പാട് നമ്മൾ ചുറ്റിലും റെസ്ട്രിക്ഷൻ എന്ന രീതിയിൽ എന്ത് ചെയ്ത് വെക്കും, ക്ലോസ് ചെയ്ത് വെക്കും. അങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കും. കാരണം ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കണം, ഈ ഏരിയയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതായത് ഇവിടെ ഡേഞ്ചർ ആണെന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കണം, അപകട മുന്നറിയിപ്പ് കൊടുത്തിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വ്യക്തമായിട്ടുള്ള സൈനുകള് അവിടെ യൂസ് ചെയ്തിട്ടുണ്ടാവണം. അടുത്തത് പറയുന്നത് ഒരിക്കലും ഫയർ അതായത് തീപിടുത്തം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഒരിക്കലും എലവേറ്റേഴ്സ്, ലിഫ്റ്റുകള് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാവട്ടെ രോഗികളാവട്ടെ എലവേറ്റേഴ്സോ ലിഫ്റ്റോ സംവിധാനങ്ങളോ ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. അതുപോലെ തന്നെ ഫയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ എന്ത് ചെയ്തിരിക്കണം, നമ്മള് ഇൻഫോം ചെയ്തിരിക്കണം. അവര് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം, ഇൻസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമ്മൾ ഫയർ അണക്കാനായിട്ട് നോക്കണം. പക്ഷെ മൊത്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കിത് ചെയ്യാനായിട്ട് പറ്റില്ല. മൊത്തമായിട്ട് അണയ്ക്കാനോ അതിന്റെ അപകട സാധ്യതകൾ നമുക്ക് നീക്കാനോ സാധിക്കില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അവര് വരുമ്പോൾ എന്ത് ചെയ്തിരിക്കണം, കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ്, അവരുടെ ഇൻസ്ട്രക്ഷൻസ് എന്താണോ അത് കാത്ത് ഇരിക്കണം. ഓക്കെ, the next one ലാസ്റ്റ് കോളത്തിൽ പറയുന്നത് when using extinguisher to put out the fire. ഇനി നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫയർ അണക്കാനായിട്ട് നോക്കുന്നത് അല്ലെ. നിങ്ങൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ കണ്ടിട്ടുണ്ടോ? എവിടെയാണ് അത് വെച്ചിരിക്കുന്നത്? ഫയർ എക്സ്റ്റിങ്ക്യൂഷർ കണ്ടിട്ടില്ലേ? നിങ്ങൾ കമന്റ് ചെയ്ത് വന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷർ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലെ. എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഭിത്തിയിലല്ലേ?
ഒരു വാളിലല്ലേ, അല്ലെങ്കിൽ ഒരു ഭിത്തി ഹോസ്പിറ്റലിലെ ഏതെങ്കിലും ഒരു വശത്തായിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ട രീതി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ അതിന് നമ്മൾ ഇവിടെ ഒരു വേർഡ് ഉപയോഗിക്കുന്നുണ്ട്, പാസ് എന്നാണ് ആ വേർഡ് കേട്ടോ. ഓക്കെ, അത് ഉപയോഗിക്കേണ്ട രീതിയെ കുറിച്ചിട്ടാണ് പാസ് എന്ന് പറയുന്ന ആ വേർഡ് മീൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പാസ് പ്രോട്ടോകോൾ. അപ്പൊ നേരത്തെ ഞാൻ റേസ് പ്രോട്ടോകോൾ പറഞ്ഞു, അത് ഫയറുമായി ബന്ധപ്പെട്ടതാണ്. ദെൻ ഇനി പറയാനായിട്ട് പോകുന്നത് പാസ് പ്രോട്ടോകോൾ ആണ് കേട്ടോ. അപ്പൊ അതിനകത്ത് പി എന്താണെന്ന് നോക്കാം നമുക്ക്. പുൾ ദ പിൻ എന്നാണ് കേട്ടോ, പി എം എന്നല്ല, പുൾ ദ പിൻ എന്നാണ് കേട്ടോ. അതിൽ നിന്ന് എടുക്കുക, അതായത് അത് എവിടെയാണോ വെച്ചിരിക്കുന്നത്, ഞാൻ പറഞ്ഞ ഭിത്തിയിലായിരിക്കും ചിലപ്പോൾ അത് അവിടെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലെ, അവിടുന്ന് വലിച്ചെടുക്കുക എന്നുള്ളതാണ് പുൾ ദ പിൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് എയിം ദ നോസിൽ, അതായത് എയിം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. എയിം എന്നല്ല, എയിം എന്നാണ് കേട്ടോ. എയിം ദ നോസിൽ, അതായത് അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അത് പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രസ് ചെയ്യണ്ടേ. അപ്പൊ അത് പ്രസ് ചെയ്യുക എന്നുള്ളതാണ് എയിം ദ നോസിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. Then S for squeeze the handle, അതായത് എന്ത് ചെയ്യണം, അതായത് കൈ ഉപയോഗിച്ച് അത് ഇതാക്കിയിട്ട് എന്ത് ചെയ്യണം, സ്പ്രെഡ് ചെയ്യിക്കണം. ഫയർ എക്സ്റ്റിങ്ക്വിഷർ സ്പ്രെഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ലാസ്റ്റ് വൺ എസ്, സൈഡ് ടു സൈഡ് മോഷൻ, എല്ലാ ഭാഗത്തേക്കും തീപിടുത്തം ഉണ്ടായിട്ടുള്ള എല്ലാ ഭാഗത്തേക്കും ഇതെന്ത് ചെയ്തിരിക്കണം, സ്പ്രെഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോ ആദ്യത്തെ പാസിൽ പി എന്ന് പറയുന്നത് അത് എടുക്കാനാണ് പറയുന്നത്, സ്ഥാനത്ത് നിന്ന് എടുക്കുക. എയിം ദ നോസിൽ എന്ന് പറയുന്നത് പ്രസ് ചെയ്യുക. സ്ക്യൂസ് ദ ഹാൻഡിൽ എന്ന് പറയുന്നത് അത് സ്പ്രെഡ് ചെയ്യുക. ലാസ്റ്റ് വൺ സ്വീപ്പിനെ സൈഡ് ടു സൈഡ് മോഷൻ, അതായത് എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യിപ്പിക്കാം, അത് സ്പ്രെഡ് ചെയ്യിപ്പിക്കുക എന്നതാണ് മീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ കോഡ് റെഡ് ക്ലിയർ ആണോ, പറയണ്ടല്ലോ. ഇനി കോഡ് റെഡ് ക്ലിയർ അല്ല, ഈസി അല്ലേ? അടുത്തത് കോഡ് പിങ്ക് ആണ്. കോഡ് പിങ്ക് എന്തുമായി ബന്ധപ്പെട്ടതാണ്? കോഡ് പിങ്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. കോഡ് പിങ്ക് എഴുതുന്നിട്ടില്ലേ ഞാൻ നിങ്ങൾക്ക്? എന്താണ് കോഡ് പിങ്ക്? ചൈൽഡ് മിസ്സിംഗ് ആണല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ പറയുന്നത്. Code pink is activated when an infant child is confirmed missing from the NICU, labor room, ward or from the pediatrics floor. അതായത് പീഡിയാട്രിക്സ് വാർഡിൽ നിന്നോ അല്ലെങ്കിൽ NICU-വിൽ നിന്നോ ലേബർ റൂമിൽ നിന്നോ ഒരു ചൈൽഡ് മിസ്സാവുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന കോഡാണ് കോഡ് പിങ്ക്. നമുക്കറിയാം, നമ്മൾ സിനിമയിലും സീരിയലിലും കാണുന്നതാണ് അല്ലെ. പ്രസവ മുറിയിൽ ലേബർ റൂമിൽ നിന്ന് ചിലപ്പോൾ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാം, അല്ലെങ്കിൽ NICU-യിൽ കിടക്കുന്ന കുട്ടികളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം, അല്ലെങ്കിൽ എന്താ പറയാ പീഡിയാട്രിക് വാർഡിൽ നിന്ന് കുട്ടികളെ തട്ടിയെടുത്തുകൊണ്ട് പോവാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന കോഡാണിത് കോഡ് പിങ്ക് എന്ന് പറയുന്നത്. Upon learning of an infant or child missing, notify the security supervisor 1745 immediately. Secure the immediate area if possible. Allow no one to enter or exit until the arrival of security staff. Check stairways, longest waiting rooms and rest rooms. എന്താണ് ഇവിടെ നോക്കുന്നത്? അതായത് നമ്മൾ എത്രയും പെട്ടെന്ന്, അതായത് ഒരു ചൈൽഡ് മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? സെക്യൂരിറ്റി സൂപ്പർവൈസറെ വിവരം അറിയിക്കണം. സെക്യൂരിറ്റി സൂപ്പർവൈസറുടെ നമ്പറാണ് 1745 എന്നുള്ളത് കേട്ടോ. സെക്യൂരിറ്റി സൂപ്പർവൈസറുടെ നമ്പറാണ് 1745. ഇമ്മീഡിയറ്റ് ആയിട്ട് അദ്ദേഹത്തെ വിവരം അറിയിക്കേണ്ടതുണ്ട്. ആൻഡ് ആ ഒരു ഏരിയ നമ്മൾ സെക്യൂർ ചെയ്യണം, സംരക്ഷിതമാക്കണം. എങ്ങനെയാണ് ആക്കേണ്ടത്? സുരക്ഷ ഒരുക്കേണ്ടത് ആ ഒരു ഏരിയക്ക്. ഇവിടെ പറയുന്നുണ്ട്, allow no one to enter or exit until the arrival of security staff.
നമ്മൾ സെക്യൂരിറ്റി സൂപ്പർവൈസറെ വിവരം അറിയിച്ചല്ലോ. വിവരം അറിയിച്ചതിനെ തുടർന്ന് സെക്യൂരിറ്റി സ്റ്റാഫ് വരും ചെക്ക് ചെയ്യാനായിട്ട്. അവര് വരുന്നത് വരെ പുറത്തുനിന്നുള്ള ഒരാളെ നമ്മൾ അകത്തോട്ട് കയറ്റി വിടാനോ, മീൻസ് ഹോസ്പിറ്റലിലേക്ക് കയറ്റി വിടാനോ, ഹോസ്പിറ്റലിൽ നിന്ന് ഒരാളെ നമ്മൾ പുറത്തേക്ക് പോകാനോ അനുവദിക്കാനായിട്ട് പാടുള്ളതല്ല. കാരണം എന്താ, ചൈൽഡ് മിസ്സായിരിക്കാണ് അല്ലെ. അപ്പോ നമുക്ക് പറയാൻ പറ്റില്ല ആരാണ് കുട്ടി എടുത്തിട്ടുള്ളത്. കുട്ടി എന്തായാലും തനിയെ നടന്നു പോവില്ല, ആരെങ്കിലും ഒരാളുടെ പ്രേരണയിലാണ് ചിലപ്പോൾ കുട്ടി പോവുക. അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തില് നമ്മൾ വിചാരിക്കണം, പുറത്തുനിന്ന് ഒരാളെ എന്ത് ചെയ്യാൻ പാടില്ല, അകത്തേക്ക് കയറ്റി വിടാൻ പാടില്ല. അകത്തുനിന്ന് ഒരാളെ പുറത്തോട്ടും പോകാനായിട്ട് സമ്മതിക്കരുത്. ഓക്കെ. അതുപോലെ തന്നെ സ്റ്റെയർവേസിന്റെ അവിടെയൊക്കെ കുട്ടി നോക്കുക, കുട്ടി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ റൂമുകൾ, വെയിറ്റിംഗ് റൂമുകൾ, റെസ്റ്റ് റൂമുകൾ, അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പൊ ഈ ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്തിരിക്കണം, ചെക്ക് ചെയ്തിരിക്കണം, കുട്ടി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. Then question, anyone carrying a large duffel bag, packages and trying to conceal an object under their clothing in the event that someone is observed that fits into the above category, call security and do not lose sight of that person. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്, അതായത് നമുക്ക് സംശയാസ്പദമായിട്ട് ആരെങ്കിലും, നമുക്ക് ഡൗട്ട്ഫുൾ ആയിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ നമുക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാം എന്ന് പറയാണ് ഇവിടെ. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്, ഒരു വലിയൊരു പെട്ടി ഡഫൽ അത് തൂക്കിക്കൊണ്ട് ഒരാൾ പോവുകയാണെങ്കിലോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഡ്രസ്സിന് താഴെയായിട്ട്, ഡ്രസ്സിനടിയിലായിട്ട് എന്തെങ്കിലും വസ്തു ഒളിപ്പിച്ചിരിക്കുന്നത് സംശയാസ്പദമായിട്ട് നിങ്ങൾ കാണുകയോ ചെയ്തു കഴിഞ്ഞാല് നമ്മൾക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോ ആളുകളെ നിരീക്ഷിക്കുക. ഇങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ ആളുകളെ വളരെ ഇതായിട്ട് ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്യുമ്പോഴോ ഒരു വലിയ പെട്ടിയുടെ രൂപത്തിലോ അല്ലെങ്കിൽ ഡ്രസ്സിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു നമുക്ക് തോന്നുമല്ലോ, സാധാരണമായിട്ട് ഒരാളെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു സംശയം തോന്നുമല്ലോ, അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം, ചോദ്യം ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തുമ്പോൾ, ഇപ്പൊ പെട്ടിയായിട്ട് ഒരാൾ പോവുകയാണ്, അങ്ങനെ ആള് പോകുമ്പോൾ നമ്മൾ അയാളെ കണ്ടു എന്ന് വിചാരിക്കുകയാണ്, അപ്പൊ നമുക്കൊരു സംശയം തോന്നി. ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, സെക്യൂരിറ്റി സ്റ്റാഫിനെ അറിയിച്ചിരിക്കണം. അവര് വരുന്നത് വരെ ഇയാളെ നമ്മൾ വിടാനായിട്ട് പാടില്ല. സംശയാസ്പദമായിട്ട് നമ്മൾക്ക് ഏതൊരു വ്യക്തിയാണോ തോന്നുന്നത് അയാളെ നമ്മൾ പുറത്തേക്ക് വിടാനായിട്ട് അനുവദിക്കരുത്. ഓക്കെ. Then if that suspected person attempts to leave the building prior to the arrival of security officers, to attempts to stall the person in any way possible. If the person does get into a vehicle, get a good description of the vehicle and the vehicle number and notify the security. ഇനി അതുപോലെ തന്നെ നമ്മൾക്ക് സംശയമുള്ള ഒരു വ്യക്തി, അതായത് ഇന്നയാളാവാം, നമ്മളിങ്ങനെ സംശയിക്കുകയാണ്, ഈ ഒരു സസ്പെക്ടഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പൊ ആ ഒരു പേഴ്സൺ ആ ഒരു ഹോസ്പിറ്റൽ ബിൽഡിംഗ് വിട്ട് പുറത്തു പോകാനായിട്ട് അനുവദിക്കാനായിട്ട് പാടുള്ളതല്ല. അങ്ങനെയുള്ള ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ സെക്യൂരിറ്റി ഓഫീസേഴ്സിനെ അറിയിക്കേണ്ടതാണ്. ഇനി അദ്ദേഹം എങ്ങാനും നമ്മുടെ കണ്ണ് വെട്ടിച്ച് പുറത്തു പോയി കഴിഞ്ഞാല് അദ്ദേഹം പോയ വാഹനം ഏതാണ്, അദ്ദേഹം ആ വാഹനത്തിന്റെ കളർ എന്താണ്, ആ വാഹനത്തിന്റെ നമ്പർ എന്താണ് എന്നുള്ള ഒരു കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നമ്മൾ കാണുന്നതാണ് ഇതൊക്കെ അല്ലെ. നമ്മൾ എന്തെങ്കിലും നമ്മൾ കുറ്റക്കാരനെന്ന് തോന്നുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളെ രക്ഷപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അയാൾ ഏത് വാഹനത്തിലാണ് പോയത്, ആ നമ്പറിനെ വാഹനത്തിന്റെ നമ്പർ നോട്ട് ചെയ്യണം. ദെൻ ഏത് കളറാണ് ആ വാഹനത്തിന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്തിരിക്കണം, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ സെക്യൂരിറ്റിയെ നമ്മൾ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഞാൻ എടുത്തത് കോഡ് ഓറഞ്ച് ആണ്. കോഡ് ഓറഞ്ച് എന്ന് പറയുമ്പോൾ hazardous materials spill such as chemical spill, mercury spill, gas leak, hazardous drug spill, etc. Hazardous materials spill requires immediate attention to prevent contamination of the environment. അതായത് എന്തെങ്കിലും കെമിക്കൽസിന്റെ ചോർച്ച, എന്തെങ്കിലും രാസപദാർത്ഥങ്ങളുടെ ചോർച്ചയാണ് എന്ത്
കോഡ് ഓറഞ്ചുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അതായത് അപകടകരമായിട്ടുള്ള മെറ്റീരിയൽസിന്റെ ചോർച്ച, അതുപോലെ തന്നെ രാസപദാർത്ഥങ്ങളുടെ ചോർച്ച, മെർക്കുറി ചോർച്ച, ഗ്യാസ് ലീക്കേജ്, എന്തെങ്കിലും മാരകമായിട്ടുള്ള അല്ലെങ്കിൽ വീര്യം കൂടിയ മരുന്നുകൾ, ഡ്രഗ്സ് സ്പില്ല്, മരുന്നുകളുടെ ചോർച്ച, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോരുവാണെങ്കിൽ, അതായത് ചോർച്ച ഒരു സ്പില്ല് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഏത് കോഡാണ് യൂസ് ചെയ്യേണ്ടത്? കോഡ് ഓറഞ്ച് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു കോഡ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഈ ഒരു സ്പിൽ ഉണ്ടായ ഒരു ഏരിയ ഉണ്ടാവുമല്ലോ, ചോർച്ച ഉണ്ടായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും. ആ ഏരിയയിൽ നിന്ന് കുറച്ചു മാറി പുറത്തെ ഏരിയയിലേക്കും ഈ കാര്യങ്ങള് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഫാർമസിയിലായിരിക്കാം ചിലപ്പോൾ ഒരു സ്പില്ല്, ഒരു ചോർച്ച സംഭവിച്ചിട്ടുണ്ടാവുക. ആ ഫാർമസിയിൽ നിന്ന് അത് നേരെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ തന്നെ അത് തടയാനുള്ള നടപടികൾ എടുക്കണം. ഇവിടെ ഇതാണ് പറയുന്നത്, ഉള്ള സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു ഏരിയയിലേക്ക് കണ്ടാമിനേഷൻ, മലിനീകരണം ഉണ്ടാകാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുത്തിരിക്കണം. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് കോഡ് ഓറഞ്ച് അലേർട്ട് ചെയ്യുന്നത്. ഓക്കെ, if the spill is in your work area, remove the people patients from the area immediately. Call the operator to initiate the code orange. ഇനി നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ഒരു ചോർച്ച ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ വർക്ക് ചെയ്യുന്ന അവിടെയുള്ള പേഷ്യൻസിനെ ആയാലും അവിടെ വർക്ക് ചെയ്യുന്ന മറ്റ് സ്റ്റാഫുകളെയായാലും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറ്റാൻ, ഒഴിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. വളരെ പെട്ടെന്ന് അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കണം. അതുപോലെ തന്നെ ഓപ്പറേറ്ററെ വിളിക്കണം. കോഡ് ഓറഞ്ച് അലർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ നമ്മൾ ഓപ്പറേറ്ററെ ഇൻഫോം ചെയ്യേണ്ടതാണ്. ഓക്കെ, the next one, alert others in the area, confine the spill if possible to do it safely, cordon off the area and post warning signs. Do not attempt to clean up any spill without appropriate PPE. Use an appropriate spill kit after cleanup. Dispose of all PPE and spill material as hazardous waste. ഇവിടെ എന്താ പറയുന്നത്? അതായത് ഞാൻ പറഞ്ഞു മറ്റു ഏരിയയിലേക്ക് ചിലപ്പോൾ സ്പില്ലിന്റെ ചോർച്ച ഉണ്ടാവണം എന്നില്ല. അപ്പൊ മറ്റു ഏരിയയിലുള്ള ആളുകൾക്ക് എന്ത് കൊടുക്കണം? മുന്നറിയിപ്പ് കൊടുക്കണം. ഇങ്ങനെ ഒരു ചോർച്ച അല്ലെങ്കിൽ ഒരു സ്പില്ല് ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അപ്പോ ആളുകളൊന്നും ഇങ്ങോട്ട് വരരുതെന്നുള്ള ഒരു മുന്നറിയിപ്പ് പ്രത്യേകം കൊടുക്കണം. അതുപോലെ തന്നെ വാർണിംഗ് സൈൻസ് യൂസ് ചെയ്യാം. അതായത് ഡേഞ്ചർ ആണ്, അല്ലെങ്കിൽ നോട്ട് എക്സിറ്റ്, അതായത് പ്രവേശനമില്ല, അങ്ങനെയുള്ള സൈൻസുകളൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ചോർച്ച നടന്ന സ്ഥലത്ത് നമ്മൾ കൂടുതലായിട്ട് അത് ഇൻവോൾവ് ആകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എന്ത് ധരിച്ചിരിക്കണം? PPE കിറ്റ് ധരിച്ചിരിക്കണം. ഓക്കെ, നമ്മൾ സേഫ് ആക്കാനുള്ള PPE കിറ്റ് നിർബന്ധമായിട്ടും ചോർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ധരിച്ചിരിക്കണം. അത് ഉചിതമായിട്ടുള്ള, സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം PPE കിറ്റ് നമ്മൾ ധരിക്കേണ്ടത്. അതുപോലെ തന്നെ PPE കിറ്റിന്റെ ഉപയോഗത്തിന് ശേഷം നമ്മളത് കൃത്യമായിട്ട് ഡിസ്പോസൽ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? കൃത്യമായിട്ട് ഡിസ്പോസൽ ചെയ്തിട്ടുണ്ടാവണം. അതായത് നമ്മള് PPE കിറ്റ് ഉപയോഗിച്ച് അതിന്റെ പല ഭാഗങ്ങള് പല സ്ഥലത്തായിട്ട് എന്ത് ചെയ്യരുത്? അലക്ഷ്യമായിട്ട് വലിച്ചിടരുത്. പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്തിരിക്കണം. ഓക്കെ, then next one, account for all people in the area during the cleanup procedure. If the skin is contaminated, wash the area. ഞാൻ പറഞ്ഞുതരാം, ഇത് കഴിയുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. Account for all people in the area during the cleanup procedure. If the skin is contaminated, wash the area with soap and water for at least 5 minutes or shower thoroughly. Notify ICN nursing supervisor CMO if an accident exposure occurs. Seek medical help immediately. അതായത് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ മെഡിക്കൽ സ്കിൽ, അതായത് ഈ ഒരു ഡ്രഗ് സ്കില്ലൊക്കെ ബന്ധപ്പെട്ട് ചോർച്ച ഉണ്ടാവുമ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ കൂടുതൽ ഇൻവോൾവ് ആവുകയാണെന്ന് വിചാരിക്കുക. PPE കിറ്റ് ധരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, ചോർച്ച തടയാനുള്ള പ്രിവെൻഷൻ മെത്തേഡുകൾ നമ്മൾ സ്വീകരിക്കുന്നത്. പക്ഷേ
നമ്മുടെ ബോഡിയിൽ ആ സ്പില്ല് എന്തെങ്കിലും ആ ചോർച്ചയുമായി ബന്ധപ്പെട്ട വാതകങ്ങൾ എന്തെങ്കിലും നമ്മുടെ ബോഡിയിലാവുകയോ അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് തെറിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഉടനെ തന്നെ നമ്മൾ 5 മിനിറ്റ് എടുത്തിട്ട് നന്നായിട്ട് സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് നമ്മുടെ ബോഡി വാഷ് ചെയ്യാം എന്നാണ് പറയുന്നത്. നന്നായിട്ട് സോപ്പും വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകുക. അതുപോലെ തന്നെ ചോർച്ചയുള്ള സ്ഥലത്തും നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ദെൻ വേറൊരു പോയിന്റും കൂടി പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ നമ്മുടെ ബോഡിയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്കിന്നിലാണ് ഈ ഒരു ചോർച്ച എന്തെങ്കിലും ഒരു അംശം പറ്റി പിടിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് കഴുകിക്കളയാം. എന്നാൽ നമ്മുടെ കണ്ണിലോ വായിലോ ഒക്കെയാണ് ഈ ഒരു വാതകം തെറിച്ചു പോയിട്ടുള്ളതെങ്കിൽ അത് കുറച്ചുകൂടി അപകടകരമാണ് അല്ലെ, കുറച്ചുകൂടി ഡേഞ്ചർ ആണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമ്മൾ എത്രയും പെട്ടെന്ന് നഴ്സിംഗ് സൂപ്പർവൈസറെയോ അല്ലെങ്കിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറെയോ അറിയിച്ചതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിക്കൽ ഹെൽപ്പ് സ്വീകരിക്കുക. അപ്പൊ അപകടകരമാം വിധം നമ്മുടെ കണ്ണിലോ അല്ലെങ്കിൽ നമ്മുടെ വായിലോ ഈ കെമിക്കൽസ് തെറിക്കുകയാണെങ്കിൽ അതാണ് പ്രശ്നമാകുന്നത്. സ്കിന്നിൽ തെറിക്കുമ്പോൾ അത് കഴുകിക്കളഞ്ഞാൽ പോകും, സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞാൽ മതി. കണ്ണിലേക്കാണ് തെറിക്കുന്നതെങ്കിൽ നമ്മളത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പൊ കോഡ് റെഡ്, കോഡ് പിങ്ക്, കോഡ് ഓറഞ്ച് ഇതുവരെ എടുത്തത് ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. അടുത്തത് കോഡ് ബ്ലൂ ആണ്. കോഡ് ബ്ലൂ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കോഡ് ബ്ലൂ കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, ഇതിനകത്ത് പറയുന്നുണ്ട് കാർഡിയാക് റെസ്പിറേറ്ററി അറസ്റ്റ് അഥവാ കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്യുന്നത്. നോക്കിയാൽ നിങ്ങള് റിപ്പോർട്ട് ബൈ ഡയലിംഗ് എമർജൻസി ഓപ്പറേറ്റർ നമ്പർ 6664 begin CPR ACLS protocol, remove visitors from the area room. അതായത് കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ട ഒരാള് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു കോഡാണ് കോഡ് ബ്ലൂ. കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ, അതായത് ആ ഒരു കോഡ് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എമർജൻസി ഓപ്പറേറ്ററെ നമ്മൾ അറിയിക്കണം, അതായത് ടെലിഫോൺ ഓപ്പറേറ്ററെ നമ്മൾ അറിയിക്കണം. അദ്ദേഹത്തിന്റെ നമ്പറാണ് കോഡ് ബ്ലൂവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ നമ്പറാണ് 6664 എന്നുള്ളത് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക താഴെ. 6664 എന്നുള്ളത് അദ്ദേഹത്തിന്റെ കോഡ് ബ്ലൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്പറാണ്. Then begin CPR. കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എന്താ ചെയ്യുക? ഞാൻ ആദ്യം പറഞ്ഞു, ആ ഒരു പിക്ചർ നമ്മൾ നോക്കിയപ്പോ അല്ലെ, അതായത് CPR കൊടുക്കും. ആദ്യം തന്നെ എന്ത് കൊടുക്കും? നമ്മൾ CPR കൊടുക്കും. CPR കൊടുത്തതിന് ശേഷമാണ് എന്ത് കൊടുക്കുക? ACLS പ്രോട്ടോകോള് ഫോളോ ചെയ്യുക. അപ്പൊ എന്താണ് ACLS പ്രോട്ടോകോള്? ACLS പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാല് അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് ആണ് കേട്ടോ. അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ടിനെയാണ് ACLS പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് എഴുതിയെടുക്കുന്നുണ്ട്, നോട്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ, അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. ഓക്കെ, CPR കൊടുത്തതിന് ശേഷമാണ് ACLS പ്രോട്ടോകോൾ നമ്മൾ ഫോളോ ചെയ്യുക. പിന്നെ എന്താ ചെയ്യുക? റിമൂവ് വിസിറ്റേഴ്സ് ഫ്രം ദ ഏരിയ റൂം. ആ ഏരിയയിലുള്ള അല്ലെങ്കിൽ ആ റൂമിലുള്ള പേഷ്യൻസ് എവിടെയാണോ ആ പേഷ്യൻസിനെ കിടത്തിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ഏരിയയിലുള്ള വിസിറ്റേഴ്സിനെയും അല്ലെങ്കിൽ റിലേറ്റീവ്സിനൊക്കെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, then follow code blue policies and procedures, send phlebotomy and ECG services. അതായത് കോഡ് ബ്ലൂ പോളിസികൾ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് കാർഡിയാക് അറസ്റ്റുമായിട്ട് വരുന്ന ഒരു പേഷ്യന്റിന്റെ ബ്ലഡ് എന്ത് ചെയ്യും? ലാബുകളിൽ നമ്മൾ കൊടുക്കാറുണ്ട്.
അല്ലെ? അയാളുടെ കണ്ടീഷൻ നമുക്കറിയണ്ടേ. കൂടാതെ ECG സർവീസുകൾക്ക് അദ്ദേഹത്തെ വിധേയനാക്കാറുണ്ട്. അപ്പോ കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന പേഷ്യൻസിനെ എന്ത് ചെയ്യും? ഫ്ലബോട്ടമി അഥവാ ലബോറട്ടറി ആണ് ഉദ്ദേശിക്കുന്നത്. ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ടി ലബോറട്ടറിയിലേക്ക് അയക്കുകയും ECG സർവീസുകൾക്ക് വിധേയനാക്കുകയും ചെയ്യും. ഓക്കെ. The last one, resume normal operations. Only designated team members will respond to the CPR area. അതുപോലെ തന്നെ CPR-മായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉത്തരവാദപ്പെട്ട മെമ്പേഴ്സ് ആണ് അവിടെ ഉണ്ടാവുക. അതായത് കാർഡിയാക് വിഭാഗത്തിലെ ആളുകളാണ് കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ട രോഗിയെ പരിചരിക്കുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ മാത്രമാണ് കാർഡിയാക് ഏരിയയിൽ ഉണ്ടാവുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കോഡ് ബ്ലൂ കേട്ടോ. നെക്സ്റ്റ് വൺ കോഡ് യെല്ലോ ആണ്. കോഡ് യെല്ലോ മേജർ ഫ്ലബോട്ടമി എന്ന് പറഞ്ഞാൽ ലബോറട്ടറിയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഫ്ലബോട്ടമി ടെസ്റ്റുകളൊക്കെ പറ്റും, അതാണ് ലബോറട്ടറി സർവീസ് പഠിച്ചിട്ടില്ലേ? ലബോറട്ടറി നിങ്ങൾക്ക് എടുത്തതല്ലേ? എന്താണ് ഫ്ലബോട്ടമിസ്റ്റ്? ആരാണ് ഫ്ലബോട്ടമിസ്റ്റ്? നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടില്ലേ ലബോറട്ടറി? മറന്നുപോയോ? നോട്ട് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അറിയാം ആരാണ് ഫ്ലബോട്ടമിസ്റ്റ് എന്ന് കേട്ടോ. ബ്ലഡ് കളക്ഷൻ ആണ്. അപ്പൊ ഫ്ലബോട്ടമി എന്ന് പറഞ്ഞാൽ ബ്ലഡ് കളക്ഷൻ ലബോറട്ടറി ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കോഡ് യെല്ലോ എന്തിനു വേണ്ടിയിട്ടാണ് നോക്കാം. An external disaster has secured the hospital will be receiving patients in excess normal. ഓക്കെ, അതായത് ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളെ കൊണ്ടുവരുമ്പോൾ, അതായത് അസാധാരണമാംവിധം ആളുകൾ തിങ്ങി നിറയുന്ന ഒരു ഒരു സാഹചര്യത്തിലാണ്, ധാരാളം ആളുകളുടെ ഒരു തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ എന്ത് ആക്ടിവേറ്റ് ചെയ്യുക? കോഡ് യെല്ലോ ആക്ടിവേറ്റ് ചെയ്യുക. ഓക്കെ. Locate and follow emergency action plans manual. Upon learning of an alert, all departments should activate their department specific disaster plan as outlined in the hospital emergency procedures manual. CMO should report to the emergency operations center in charge located in the nursing administration 1841. ഇവിടെ എന്താ പറയുന്നേ? അതായത് ആശുപത്രികളിൽ ഒരു ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട ആളുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഉടനെ തന്നെ ഡിസാസ്റ്റർ മാനുവൽ തയ്യാറാക്കണം. ഡിസാസ്റ്റർ മാനുവൽ തയ്യാറാക്കിയാൽ മാത്രം പോരാ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാ ഏരിയകളിലും പ്രൊവൈഡ് ചെയ്യണം. എല്ലാ ഏരിയയിലെ ഡിപ്പാർട്ട്മെന്റ് വൈസ് എല്ലാവർക്കും എന്ത് ചെയ്തിരിക്കണം? ഈ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ CMO കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എന്ത് ചെയ്തിരിക്കണം? ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ അവിടെ ഇൻചാർജ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാല് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി ആയിരിക്കും. അദ്ദേഹത്തിന്റെ നമ്പർ എന്ന് പറയുന്നത് 1841 ആണ് കേട്ടോ. അപ്പൊ നിസ്സാരമാണ്. എന്താണ്? ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടാണ് കോഡ് യെല്ലോ. അതുകൂടാതെ ഈ ഒരു ഡിസാസ്റ്റർ മാനുവലിന്റെ പകർപ്പുകൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എത്തിച്ചിട്ടുണ്ടാകും. അതിന്റെ ആ ഇൻസ്ട്രക്ഷൻസ് പ്രകാരമാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത് കോഡ് യെല്ലോവുമായി ബന്ധപ്പെട്ട്. അതുകൂടാതെ CMO എന്ത് ചെയ്തിരിക്കും? എമർജൻസി ഓപ്പറേഷൻ സെന്ററുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വ്യക്തിക്ക്, അതായത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്നൊരു വ്യക്തിക്ക്, അദ്ദേഹത്തിന്റെ നമ്പറാണ് 1841 എന്ന് പറയുന്നത്, അദ്ദേഹത്തിനും ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അത്രേ ഉള്ളൂ കേട്ടോ. അടുത്തത് check over all status of ER departments such as facilities, supplies and assess staffing needs. Notify department in charge coordinator. All departments should send extra staff to the ER bay. ഇവിടെ പറയുന്നത് എമർജൻസി റൂം ഡിപ്പാർട്ട്മെന്റില് ഫെസിലിറ്റീസ് അവൈലബിൾ ആണോ നോക്കണം. അതായത് കൂടുതൽ രോഗികൾ വരുമ്പോൾ അവർക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ, അവർക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടോ, അതുപോലെ തന്നെ സ്റ്റാഫുകൾ അവിടെ അവൈലബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കണം? നോട്ടീസ് ചെയ്തിരിക്കണം. ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അല്ലെങ്കിൽ ഇൻചാർജ് അല്ലെങ്കിൽ കോർഡിനേറ്ററെ വിവരം അറിയിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ എക്സ്ട്രാ വരുന്ന സ്റ്റാഫുകളെ നമ്മൾക്ക് ഈ ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ട് വിളിക്കാവുന്നതാണ്. ഓക്കെ,
The next, as designated staff arrives, each person with a role in the emergency manual plan will receive a job action sheet. All other on-duty staff not otherwise assigned to ER positions should remain in their department and maintain normal operation. അതായത് ഓരോ സ്റ്റാഫുകൾക്കും ഓരോ ഡ്യൂട്ടി ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സലന്റ് കമാൻഡ് സിസ്റ്റം ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞാണ് ഓരോ സ്റ്റാഫുകൾക്കും ഓരോ ഡ്യൂട്ടി ഉണ്ടായിരിക്കും. സ്റ്റാഫുകൾ വരുമ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് അവരെ പറഞ്ഞ് ധരിപ്പിക്കുക. അത് മാനുവൽ പ്ലാനിൽ എന്തായാലും ഡിസാസ്റ്റർ മാനുവൽ പ്ലാനിൽ എന്തായാലും ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ അവർക്ക് ഇത് കൃത്യമായിട്ട് വിവരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ ഒരു ജോബ് ആക്ഷൻ ഷീറ്റ് കൊടുക്കുക. അവരുടെ ജോലി എന്താണെന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നതാണ് എന്ത് ജോബ് ആക്ഷൻ ഷീറ്റ് എന്ന് പറയുന്നത്. അവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഷീറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ അതായത് ഈ ഒരു ഞാൻ പറഞ്ഞ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ ചില സ്റ്റാഫുകൾക്ക് ചില ഡ്യൂട്ടീസ് ഇന്നതാണെന്ന് ചിലപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. ചിലർക്ക് ഡ്യൂട്ടി ഉണ്ടാകണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുന്ന സ്റ്റാഫുകള് അവരുടെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, കോഡെല്ലാം ക്ലിയർ ആണോ? ദെൻ അടുത്തത് കോഡ് വയലറ്റ്. രണ്ടെണ്ണം കൂടിയുള്ളൂ നമുക്കിന്ന്. ഒന്ന് കോഡ് വയലറ്റ് ഉണ്ട്, പിന്നെ ഒന്ന് കോഡ് ബ്രൗൺ ഉണ്ട്. അത് കൂടി കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ തീർന്നു കേട്ടോ. അപ്പൊ കോഡ് വയലറ്റ് എന്താണെന്ന് നോക്കാം. അസിസ്റ്റൻസ് ഈസ് നീഡഡ് വിത്ത് ആൻ ഔട്ട് ഓഫ് കൺട്രോൾ പേഷ്യന്റ് ഇൻഡിവിജ്വൽസ്. നോട്ട് ഈ കോഡ് വയലറ്റ് ഷുഡ് നോട്ട് ബി ആക്ടിവേറ്റഡ് വെയർ എ ഗൺ ഓർ വെപ്പൺ മേ ബി ഇൻവോൾവ്ഡ്. എന്താ ഇവിടെ പറയുന്നത്? അതായത് വയലന്റ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവില്ലേ, അതായത് ഹോസ്പിറ്റലിൽ അക്രമകാരിയായിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ഉള്ള പേഷ്യൻസ് വയലന്റ്, അതായത് ഒരു വയലൻസ് സൃഷ്ടിക്കുകയാണ് അല്ലെങ്കിൽ മറ്റുള്ള പേഷ്യൻസിനെ ആക്രമിക്കുകയാണ്, അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ഒക്കെ വരുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, എന്ത് ആക്ടിവേറ്റ് ചെയ്യുക, കോഡ് വയലന്റ് ആക്ടിവേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അക്രമകാരിയാകുന്ന പേഷ്യൻസ് കേട്ടോ, ആ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഈ ഒരു കോഡ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, എ കോഡ് വയലറ്റ് ഷുഡ് നോട്ട് ബി ആക്ടിവേറ്റഡ് വേർ എ ഗൺ ഓർ വെപ്പൺ മേ ബി ഇൻവോൾവ്ഡ്. ഈ അക്രമകാരിയാകുന്ന പേഷ്യന്റ് ഉണ്ടല്ലോ, വയലന്റ് ആയിട്ടുള്ള പേഷ്യന്റ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കയ്യില് തോക്കോ അല്ലെങ്കിൽ കത്തിയോ അങ്ങനെയുള്ള മാരകായുധങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോഡ് വയലറ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. പ്രത്യേകിച്ച് എടുത്ത് പറയുന്നതാണത് കേട്ടോ. അപ്പൊ ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ്, അദ്ദേഹം മറ്റൊരു പേഷ്യന്റിന് ത്രെറ്റനിങ് ആവുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നു, കൂടാതെ അദ്ദേഹത്തിന്റെ ദേഹത്ത് കൈവയ്ക്കുന്നു, അങ്ങനെ രീതിയിൽ വയലൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കോഡ് വയലൻസ് എന്ത് ചെയ്യാം, ആക്ടിവേറ്റ് ചെയ്യാം. എന്നാൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന ആളിന്റെ കയ്യിൽ കത്തിയോ അല്ലെങ്കിൽ തോക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യില്ല, കോഡ് വയലറ്റ് ആക്ടിവേറ്റ് ചെയ്യില്ല. അതിന് പകരം വേറൊരു കോഡാണ് നമ്മൾ എന്ത് ചെയ്യുക, ആക്ടിവേറ്റ് ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഡയൽ എമർജൻസി നമ്പർ ടു ഇനീഷ്യേറ്റ് കോഡ് വയലറ്റ് ആൻഡ് റിപ്പോർട്ട് ദ ലൊക്കേഷൻ കോൺടാക്ട് സെക്യൂരിറ്റി ആൻഡ് നഴ്സിംഗ് സൂപ്പർവൈസർ ഇമ്മീഡിയറ്റ്ലി. അതുപോലെ തന്നെ എമർജൻസി നമ്പർ, അതായത് കോഡ് വയലറ്റ് യൂസ് ചെയ്യുമ്പോൾ എവിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായേക്കണത്, ഏതാണ് രോഗി വയലന്റ് ആയിരിക്കുന്നത്, ഏത് ലൊക്കേഷനിലാണ്, അങ്ങനെയുള്ള കറക്റ്റ് വിവരങ്ങൾ പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റി സ്റ്റാഫിനെയും അവിടുത്തെ നഴ്സിംഗ് സൂപ്പർവൈസറിനെയും ഉടനെ തന്നെ അറിയിക്കുക. ഓക്കെ, ലൊക്കേഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമാണ് അവർക്ക് പ്രിവെൻഷൻ മെത്തേഡുകൾ സ്വീകരിക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് അവിടെ എടുത്തു പറയുന്നത് കേട്ടോ. And do not attempt to control the out of control individual. Security will provide instructions for responding personnel on the type of assistance required. പിന്നെ ഇവിടെ പറയുന്നുണ്ട്, അതായത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല, അതായത് ഔട്ട് ഓഫ് കൺട്രോളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയാ ആക്രോശിച്ച് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ ഒച്ചയിടുന്ന നമ്മൾക്ക് ഒരിക്കലും ഒരാളെ വയലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് ഒരിക്കലും നിയന്ത്രിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ അയാളെ നമ്മൾ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കരുത്. സെക്യൂരിറ്റി നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആളുടെ കണ്ടീഷൻ എന്താണ് ആളുടെ ബിഹേവിയർ,
ആളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യാം, നമ്മള് പ്രോപ്പർ ആയിട്ട് അയാളെ കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, ഒരിക്കലും നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒരിക്കലും അദ്ദേഹത്തെ നിയന്ത്രണത്തിൽ കൊണ്ടുവരരുത്. ഇൻസ്ട്രക്ഷൻസ് പാലിച്ചിട്ട് വേണം നമ്മൾ അദ്ദേഹത്തെ നമ്മുടെ പരിധിയിലാക്കാനായിട്ട്. ഓക്കെ, ലാസ്റ്റ് വൺ, do not confront the individuals with a weapon. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ആയുധം ഉപയോഗിച്ച് വ്യക്തികളെ നേരിടാനായിട്ട് പാടുള്ളതല്ല. അപ്പൊ വയലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ആ വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യരുത്, തോക്കോ കത്തിയോ അതൊന്നും ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പാടില്ല, ഭീഷണിപ്പെടുത്താനായിട്ട് പാടുള്ളതല്ല. അവിടെ നിൽക്കണ, അടങ്ങി നിൽക്കണ, നീ അവിടെ നിന്നില്ലെങ്കിൽ ഞാനിപ്പോ വെടിവെക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല കേട്ടോ. ഓക്കെ, ഞാൻ അടുത്തത് കോഡ് ബ്രൗൺ ആണ്. കോഡ് ബ്രൗൺ നോക്കാമെന്ന്. An adult patient is missing, lost or abducted from the hospital. എന്താണ്, അതായത് പ്രായപൂർത്തിയായിട്ടുള്ള ഒരാള് ഹോസ്പിറ്റലിൽ നിന്ന് മിസ്സാകുമ്പോൾ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന കോഡാണെന്ത്, കോഡ് ബ്രൗൺ എന്ന് പറയുന്നത് കേട്ടോ. പ്രായപൂർത്തിയായിട്ടുള്ള ഒരാള്. ഓക്കെ, when a patient is missing from a hospital care unit or outpatient clinic and it is suspected that the patient has eloped, been abducted or is lost, conduct a unique search. If the patient does not return, ask the operator to initiate the code brown, notify security and provide a physical description of the patient, clothing worn by the patient when last seen, notify SAMA on call, guest relation manager. ഇവിടെ എന്താ പറയുന്നത്, അതായത് ഒരു പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കിൽ നിന്നോ മിസ്സാവുകയാണ്. മിസ്സായി കഴിഞ്ഞാല് എന്താണ്, ഈ മിസ്സാകുന്ന പേഷ്യന്റ് എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും മിസ്സായിട്ടുണ്ടാവുക. എലോപ്പഡ് എന്ന് പറയുന്നുണ്ട്, അതായത് ചില പേഷ്യൻസ് ഒളിച്ചോടി പോകാം. പിന്നെ അതുപോലെ തന്നെ അബ്ഡക്റ്റഡ് എന്ന് പറയുന്നുണ്ട്, ചില പേഷ്യൻസിനെ കിഡ്നാപ്പ് ചെയ്യാം, തട്ടിക്കൊണ്ടുപോകാം. അതുപോലെ തന്നെ ചില പേഷ്യൻസ് അവിടെ നിന്ന് നഷ്ടപ്പെടാം, അതായത് മിസ്സാകുക എന്നുള്ളത് അർത്ഥം തന്നെയാണ്, അവിടെ നിന്ന് പോകാം. അപ്പൊ ഇങ്ങനെ പലതരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യൻസിനെ മിസ്സാവുന്നുണ്ട്. പേഷ്യൻസിനെ ഒരു സമയപരിധിക്കുള്ളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ പേഷ്യന്റ് തിരിച്ചു വന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോഡ് ബ്രൗൺ എന്ത് ചെയ്യാം, ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ടെലിഫോൺ ഓപ്പറേറ്ററെ വിവരം അറിയിക്കണം. അതുകൂടാതെ സെക്യൂരിറ്റി, അതായത് ഈ ഒരു കോഡ് നമ്മൾ അലേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, സെക്യൂരിറ്റിയെ ഇൻഫോം ചെയ്യണം. സെക്യൂരിറ്റി എന്ത് ചെയ്യും, അതായത് ഈ ഒരു ആളുടെ രൂപം, അതായത് പൊക്കമുള്ള ആളാണോ, പൊക്കം കുറഞ്ഞ ആളാണോ, കറുത്തതാണോ, വെളുത്തതാണോ, അയാളുടെ ഫുൾ ഡിസ്ക്രിപ്ഷൻ, അയാളെ ലാസ്റ്റ് അയാൾ കണ്ടപ്പോൾ അയാൾ ധരിച്ച വസ്ത്രം ഏതാണ്, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ എന്ത് ചെയ്തിരിക്കണം, കൊടുത്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ പോയ ആളുടെ ഡീറ്റെയിൽസ് സാമ രജിസ്റ്ററിൽ സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ് എന്ത്, സാമയില് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ പോകുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ ആ രജിസ്റ്ററിൽ പ്രത്യേകം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഗസ്റ്റ് റിലേഷൻ മാനേജറെ നമ്മളിത് അറിയിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ, notify the patient's attending physician and or staff on call, notify the nursing supervisor on duty, notify family as appropriate. The nursing supervisor will contact the administrator on call. The administrator on call will contact the police for notification. അതായത് ഇങ്ങനെ ഒരു പേഷ്യന്റ് മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അയാളെ നോക്കുന്ന, അതായത് ആ മിസ്സിംഗ് പേഷ്യന്റിനെ നോക്കുന്ന ഫിസിഷ്യനെ നമ്മൾ വിവരം അറിയിക്കണം. ഏത് ഡോക്ടറാണോ അദ്ദേഹത്തിനെ നോക്കുന്നത് അദ്ദേഹത്തെ നമ്മൾ വിവരം അറിയിക്കണം. ഇനി ആ ഡോക്ടർ ആബ്സെന്റ് ആണെങ്കിൽ ഡ്യൂട്ടിയിലുള്ള ഡോക്ടറെ നമ്മൾ വിവരം അറിയിച്ചിരിക്കണം. അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിലെ നഴ്സിംഗ് സൂപ്പർവൈസറിനെ വിവരം അറിയിക്കണം. അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ്, മിസ്സിംഗ് പേഷ്യന്റിന്റെ ഫാമിലി മെമ്പേഴ്സിന് വിവരം അറിയിക്കണം. ഈ നഴ്സിംഗ് സൂപ്പർവൈസറിനെ നമ്മൾ വിവരം അറിയിക്കുന്നുണ്ടല്ലോ, നഴ്സിംഗ് സൂപ്പർവൈസർ എന്ത് ചെയ്യും, ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റർക്ക് വിവരം കൈമാറും. ദെൻ അഡ്മിനിസ്ട്രേറ്റർ നമ്മൾ പോലീസിന് വിവരം കൊടുക്കും. ഇങ്ങനെ ഒരു പേഷ്യന്റ് ഇവിടുന്ന് മിസ്സായിട്ടുണ്ടെന്നുള്ള വിവരം അഡ്മിനിസ്ട്രേറ്റർ പാസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോ ഇതൊരു ക്രമമാണ്. ആദ്യം ഫിസിഷ്യനെ അറിയിക്കുന്നു അല്ലെ, ഫിസിഷ്യനെ അറിയിക്കുന്നു. ഫിസിഷ്യൻ അല്ലെങ്കിൽ ആരാണോ ഓൺ കോൾ ഡ്യൂട്ടിയിൽ ആരാണോ ഉള്ളത് അദ്ദേഹത്തെ അറിയിക്കുന്നു. ദെൻ അതിനുശേഷം നഴ്സിംഗ് സൂപ്പർവൈസറെ അറിയിക്കുന്നു.
അതിനുശേഷം നഴ്സിംഗ് സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേറ്റർ അറിയിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റർ ആണ് അറ്റ് ലാസ്റ്റ് എന്ത് ചെയ്യുന്നത്? പോലീസിനെ ഇൻഫോം ചെയ്യുന്നത്. ഓക്കെ, പിന്നീടാണ് പോലീസ് വന്ന് എന്താ പറയാ അന്വേഷണങ്ങൾ തുടങ്ങുന്നത് കേട്ടോ. അടുത്തത് ലാസ്റ്റ് കോൾ ആണ്. സോഷ്യൽ വർക്കർ നഴ്സിംഗ് സ്റ്റാഫ് വിൽ അസിസ്റ്റ് ദ പേഷ്യൻസ് ഫാമിലി members and the staff during the crisis. Upon locating the patient, notify the in-charge nurse and NSG supervisor that the patient has been located and describe the patient status. The nursing supervisor will notify the administrator on call regarding the return status. Then the in-charge nurse will contact the attending physician or on-call house staff that the patient has returned to the unit, assess and document the patient status. എന്താ ഇവിടെ പറയുന്നത്? അതായത് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട് അല്ലെ, അതുപോലെ തന്നെ നഴ്സിംഗ് സ്റ്റാഫുകളൊക്കെ ഉണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്യും? മിസ്സിംഗ് പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനെ ആശ്വസിപ്പിക്കും അല്ലെ. അതാണ് പേഷ്യന്റ് മിസ്സാകുമ്പോൾ ഫാമിലി റിലേറ്റീവ്സിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് ഭയങ്കര അധികമായിട്ടുള്ള വിഷമങ്ങളും കാര്യമൊക്കെ ഉണ്ടാവും. അപ്പൊ അവരെ ആശ്വസിപ്പിക്കുന്നത് ആരാണ്? നഴ്സിംഗ് സ്റ്റാഫുകളാണ്. കൂടാതെ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. MSW ഒക്കെ കഴിഞ്ഞ ആളുകളുണ്ടല്ലോ, അവരാണ് കൂടുതലും ഹോസ്പിറ്റൽ ഫീൽഡിലേക്ക് സോഷ്യൽ വർക്കേഴ്സ് ആയിട്ട് വരിക. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യും? അവരുടെയൊക്കെ ജോലി എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ആളുകളെ ആശ്വസിപ്പിക്കാൻ എന്നുള്ള രീതിയിലാണ്. ഇനി പേഷ്യൻസിനെ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ, പേഷ്യന്റിനെ അതായത് മിസ്സായ പേഷ്യന്റിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഉടനെ തന്നെ നഴ്സിംഗ് ചാർജിനെ വിവരം അറിയിക്കണം. അതുപോലെ തന്നെ നഴ്സിംഗ് സൂപ്പർവൈസറെ വിവരം അറിയിക്കുക. അതുപോലെ തന്നെ പേഷ്യന്റിനെ എവിടെ നിന്നാണോ നമ്മൾ കണ്ടെടുത്തത് ആ വിവരങ്ങൾ കൂടി എന്ത് ചെയ്യണം? നമ്മൾ അറിയിച്ചിരിക്കണം. കൂടാതെ പേഷ്യന്റ് സ്റ്റാറ്റസ് എന്താണ്, അതായത് പേഷ്യന്റ് പോയ കണ്ടീഷനിലാണോ തിരിച്ചു വന്നിരിക്കുന്നത്, ആ ഒരു കണ്ടീഷൻ അറിഞ്ഞിരിക്കണം. ഇനി നഴ്സിംഗ് സൂപ്പർവൈസർ ഇക്കാര്യം, അതായത് പേഷ്യന്റ് തിരിച്ചു വന്ന കാര്യം അഡ്മിനിസ്ട്രേറ്ററെ അറിയിക്കുന്നതാണ്. അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യും? അതായത് ആ പേഷ്യന്റിന്റെ, അതായത് ആരാണോ പേഷ്യന്റ് ഇൻചാർജ് ആയിട്ടുള്ളത് ആ ഒരു വ്യക്തിയെ അറിയിക്കുന്നതാണ്. അതുകൂടാതെ ഫിസിഷ്യനെയും എന്ത് ചെയ്യുന്നുണ്ട്? അറിയിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പേഷ്യന്റ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ മെന്റൽ സ്റ്റാറ്റസും അദ്ദേഹത്തിന്റെ ടോട്ടൽ ഫിസിക്കൽ അപ്പിയറൻസും ഒന്നും കൂടി ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു ഇതില് സാമ പറഞ്ഞില്ലേ, അതായത് പേഷ്യന്റ് പോയപ്പോഴും പേഷ്യന്റ് പോയി എന്നുള്ള വിവരം നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖ അല്ലെങ്കിൽ ആ വിവരം നമ്മൾ അവിടെ നിന്ന് വെട്ടിമാറ്റും. അതായത് പേഷ്യന്റ് നമുക്ക് തിരിച്ചു കിട്ടിയല്ലോ, പിന്നെ നമ്മൾക്ക് ആ വിവരം അവിടെ നമ്മൾ എഴുതേണ്ടതില്ല. ആ വിവരങ്ങള് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കറക്റ്റ് ആയിട്ട് പേഷ്യന്റ് വന്നു, പേഷ്യന്റ് ഇന്ന സ്റ്റാറ്റസോട് കൂടിയാണ് വന്നത്, ഇന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തെ കണ്ടെടുത്തു എന്നുള്ള വിവരങ്ങള് ആ ഒരു രജിസ്റ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്? രേഖപ്പെടുത്തി വെക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കോഡ് ബ്രൗണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ആയി. ഇനി ഞാൻ മൈക്ക് ഓൺ ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. യെല്ലോ എന്താണ് ഡൗട്ട് ഉള്ളത്? മാം കോഡ് ഗ്രീൻ യെല്ലോ എന്ന് പറയുന്നത് ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോ യെല്ലോ കോഡ് ആക്ടിവേറ്റ് ആവും. പിന്നെ ഗ്രീൻ ആകാന്ന് പറഞ്ഞാൽ ഡിസാസ്റ്റർ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഹോസ്പിറ്റലിലെല്ലാം കഴിയുമ്പോഴല്ലേ. എന്താണ് യെല്ലോയും ഗ്രീനും? യെല്ലോ ഗ്രീനോ മാം? കോഡ് യെല്ലോ ഡിസാസ്റ്റർ ആക്ടിവേറ്റ് ആവുന്നതല്ലേ. ആ, ഗ്രീൻ എന്ന് പറയുമ്പോ ഹോസ്പിറ്റലില് ഇതൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം അവർ ആക്ടിവേറ്റ് ചെയ്യുന്നതല്ലേ. നമ്മുടെ കോഡ് ഗ്രീൻ ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് അല്ലേ. ആ, എന്താ ഡൗട്ട് അപ്പോ? ഇല്ല, ഇതില് പ്രത്യേകിച്ച് ഗ്രീനിന്റെ കാര്യം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഗ്രീനിന്റെ കാര്യം എടുത്ത് പറയുന്നില്ല, അത്രയും ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളൂ. യെല്ലോ ആണ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനായിട്ടുള്ളത്, അതുകൊണ്ടാണ് അതിന്റെ കാര്യം പറഞ്ഞത് കേട്ടോ. ഓൾ ക്ലിയർ അനൗൺസ്മെന്റുമായി ബന്ധപ്പെട്ടാണ് കോഡ് ഗ്രീൻ എന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ. വേറെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഗ്രീൻ എന്നാ പറഞ്ഞ? ഗ്രീൻ ഓൾ ക്ലിയർ അനൗൺസ്മെന്റ്.
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയുള്ളൂ. ഇതിനെ കുറിച്ച് അധികം ഡീറ്റെയിൽസ് അങ്ങനെ ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോ നമുക്കിനി പുതിയൊരു ചാപ്റ്ററുമായിട്ട് വരാം. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ഈ പോർഷൻസ് ഉണ്ടല്ലോ, ഇപ്പോഴത്തേക്കുന്നത് ഡിസാസ്റ്റർ റെസ്പോൺസ് കോഡ്, അത് ഇമ്പോർട്ടന്റ് ആണോ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അതൊക്കെ പഠിക്കണം. ഇതിലെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ഇതിലെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. കോഡില് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ERB എന്നോ? ERB എന്താ? ER എമർജൻസി റൂം. ഓക്കെ. നെക്സ്റ്റ് ചാപ്റ്റർ ഏതാ? നെക്സ്റ്റ് ചാപ്റ്റർ ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് ലാബ് ആയിരിക്കാം. ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് ലാബ്. അതെ, ഒരു കാര്യമുണ്ട്. നമുക്ക് എക്സാം ഇനി എപ്പോഴാണ് ശരിക്കും വരുന്നത്? ഇനി മോഡൽ എക്സാം ഉണ്ട് അതിന്റെ 3rd 4th മോഡ്യൂൾസ്. 3rd 4th ഇത് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സാം നടത്തും. അതിനുശേഷം പിന്നെ മൊത്തം 1 2 3 4 പേപ്പറുകളായിട്ട് നടത്തുന്നതായിരിക്കും. പേപ്പർ 1 പേപ്പർ 2 അങ്ങനെ രീതിയിലായിരിക്കാം നടത്തുന്നത് കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് ടീച്ചറോട് ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ കഴിയുന്നത്ര പഠിച്ച് പോവാ കേട്ടോ. ഓക്കെ മാം. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. Thank you, ma'am.